ഈ വർഷത്തെ ശിശുദിനം വിപുലമായി കൊണ്ടാടി രാജശ്രീ സ്കൂൾ. കളിയും കാര്യവും ഒത്തിണക്കിയ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മുൻ ജില്ലാ ജഡ്ജിയും ആലുവയിലെ കലാസാഹിത്യ രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ ശ്രീ സുന്ദരം ഗോവിന്ദാണ്. My special congratulations to Ms. Arya and other kids who have performed here, who paid rich tributes to the sacred memory of our late Prime Minister Pandit. LKG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുരുന്നു പ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ ഹൃദ്യമായി. ജലസംരക്ഷണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കോർത്തിണക്കിയ പരിപാടികൾ മികച്ച നിലവാരം പുലർത്തുന്നവയായിരുന്നു. കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കുഞ്ഞുങ്ങൾക്ക് മുഖ്യാതിഥി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രക്ഷകർത്താക്കളുടെ സാന്നിധ്യം ആഘോഷങ്ങൾക്ക് മിഴിവേകി. സ്കൂൾ പ്രിൻസിപ്പൽ CS കൃഷ്ണകുമാർ, കോർഡിനേറ്റർ ആൻ ചെറിയൻ, വൈസ് പ്രിൻസിപ്പൽ നിഷ മാവേലി എന്നിവർ സന്നിഹിതരായിരുന്നു. വർണ്ണപ്പൊലിമയോടെ കൊണ്ടാടിയ ഈ വർഷത്തെ ശിശുദിനാഘോഷം ഏവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായി മാറി. നമസ്തേ. ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ. ഇത് വില്യം വേർഡ്സ്വർത്തിൻ്റെ വാക്കുകളാണ്. ഇതിനർത്ഥം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് ശൈശവ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ചൈൽഡ്ഹുഡ് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് മുതിർന്നവരായ നമ്മളുടെ ഉത്തരവാദിത്വം. നല്ല ഒരു ചൈൽഡ്ഹുഡ്, ഒരു സന്തോഷപ്രദമായ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം അവർക്ക് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്തുണ്ടായാൽ അവർ വളരെയധികം ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി വളർന്നു വരികയും നാടിന് ഗുണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. നവംബർ 14 നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിച്ച കുട്ടികളുടെ ചാച്ച നെഹ്റുവായ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. രാജശ്രീയിൽ കുട്ടികൾക്ക് സന്തോഷപ്രദമായ ഒരു വിദ്യാഭ്യാസം, ഹാപ്പി ലേണിംഗ് അല്ലെങ്കിൽ ഹാപ്പി സ്കൂളിംഗ് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ശിശുദിന ആഘോഷ പരിപാടികൾ ഗംഭീരമായി തന്നെ നടത്തുവാൻ നമുക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുന്ദരം ഗോവിന്ദ്, മുൻ ജില്ലാ ജഡ്ജി, അദ്ദേഹമായിരുന്നു നമ്മുടെ മുഖ്യാതിഥി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെ മാതാപിതാക്കളുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മിക്കവാറും എല്ലാ മാതാപിതാക്കളും തന്നെ ഇവിടെ സന്നിഹിതരാവുകയും പരിപാടികൾ ഉടനീളം കണ്ട് സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും. കാരണം ദർ ഈസ് എ ചൈൽഡ് ഇൻ എവരി അഡൽട്ട് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിക്കും ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. നന്ദി, നമസ്കാരം. കടുങ്ങല്ലൂർ.